ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മടവൂർ കോട്ടയിൽ ഷാദുലി റാത്തീബ് എന്ന പേരിൽ ആട്ടലും തുള്ളലും വേറെന്തൊക്കെയോ കോപ്രായങ്ങളൊക്കെ നടത്തി മൗലാന യാ മൗലാന മൗലാന യാ മൗലാന മൗലാന യാ മൗലാന ശൈഖി ഗുരുവത്തോർ വലിയുള്ള ശൈഖി ഗുരുവത്തോർ വലിയുള്ള മൗലാന യാ മൗലാന മൗലാന യാ മൗലാന മൗലാന യാ മൗലാന ശൈഖി ഗുരുവത്തോർ വലിയുള്ള ശൈഖി ഗുരുവത്തോർ വലിയുള്ള. ചില കഥ നിങ്ങളുടെ അടിത്തറ ഇളക്കിയിട്ട് ഈ സംഘം ഈ മഹത്തായ പോരാട്ടം അവസാനിപ്പിക്കും. ചൂടായിട്ട് നമുക്കൊക്കെ വട അങ്ങോട്ട് പോവാണ്. അതിനുവേണ്ടി CH മുസ്തഫ എന്ന സർവമത സത്യവാദിയെ കൂട്ടിക്കൊണ്ടുവന്നു ആ പരിപാടിയിൽ പ്രസംഗിപ്പിച്ചു. അത് വിവാദമായപ്പോൾ കുരുവട്ടൂരികൾ ഇസ്ലാമുമായി യാതൊരു ബന്ധവുമുള്ളവരല്ല, അവർ സർവമത സത്യവാദത്തെ അംഗീകരിക്കുന്നവരും ഇസ്ലാമിക വിരുദ്ധമായ എല്ലാ പ്രവർത്തനങ്ങളെയും അതിന്റെ ആളുകളെയും അംഗീകരിക്കുന്നവരും അതാണ് അവരുടെ മതമെന്ന് വിശ്വസിക്കുന്നവരുമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയപ്പോൾ ആ ജാള്യത മറച്ചുപിടിക്കാൻ വേണ്ടി പല പച്ചക്കള്ളങ്ങളും കുരുവട്ടൂരി ഇബ്ലീസ് ത്വരീഖത്തുകാരനായ നൗഷാദ് അസാനി വിളിച്ചു പറഞ്ഞു. CH മുസ്തഫ അവിടെ വന്നിട്ടുള്ളത് അവൻ ചെയ്തു പോയ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടിക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ സർവമത സത്യവാദത്തെ അംഗീകരിച്ചിരുന്നത് തെറ്റായിപ്പോയി. ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ട് തൗബ ചെയ്യാൻ വേണ്ടിയാണ് വടിത്തങ്ങളുടെ അടുക്കലേക്ക്, മടവൂർ കോട്ടയിലേക്ക്, കുരുവട്ടൂരി ശൈത്താന്മാരുള്ള കേന്ദ്രത്തിലേക്ക് വന്നിട്ടുള്ളതെന്ന വലിയൊരു പൊയ്വടി നൗഷാദ് അസാനി പൊട്ടിച്ചു. ഇബ്ലീസിന് വരെ നന്നാകാന്നല്ലേ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നവിടെ. നമ്മളെ വിഷയം തന്നെ ഇപ്പൊ അതല്ലേ, ആർക്കും നന്നാകാൻ. അത് തകർത്ത് തരിപ്പണമാക്കുന്ന വിധത്തിലാണ് സർവമത സത്യവാദിയായ, ഖുർആൻ നിഷേധിയായ, ഹദീസ് നിഷേധിയായ CH മുസ്തഫ രംഗത്ത് വന്നിട്ടുള്ളത്. അയാൾ പറഞ്ഞത്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അള്ളാഹുവിനോട് തൗബ ചെയ്യാൻ കാരണമായിട്ടുള്ള എന്തെങ്കിലും തെറ്റ് ചെയ്തതായി എനിക്ക് ബോധ്യം വന്നിട്ടില്ല. അങ്ങനെ ബോധ്യം വന്നാൽ മാത്രമേ ഞാൻ തൗബ ചെയ്യേണ്ടതുള്ളൂ. ഞാൻ വിശ്വസിക്കുന്നതും ഞാൻ പ്രവർത്തിക്കുന്നതും ഞാൻ അംഗീകരിച്ചിട്ടുള്ളതും അല്ലാഹു തആല അംഗീകരിച്ചിട്ടുണ്ട്. അതാണ് അല്ലാഹുവിന്റെ മതം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ തൗബ ചെയ്യേണ്ടതില്ല. ഞാൻ തൗബ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മടവൂർ കോട്ടയിലേക്ക് പോയത് എന്ന് ഇബ്ലീസ് ത്വരീഖത്തുകാരൻ നൗഷാദ് പറഞ്ഞത് പച്ചക്കള്ളമാണ്. ഞാൻ തൗബ ചെയ്യേണ്ടുന്ന എന്തെങ്കിലും പാപമോ തെറ്റോ ചെയ്യുന്ന ആളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് തൗബ ചെയ്യുക എന്നുള്ളത് എന്റെ സ്വകാര്യമായ ഒരു സംഗതിയാണ്. അങ്ങനെ ഞാൻ തൗബ ചെയ്യണമെങ്കിൽ ആദ്യം തൗബ ചെയ്യേണ്ടയാൾ വടിത്തങ്ങളാണ് എന്നാണ് മുസ്തഫ പറയുന്നത്. അങ്ങനെ എന്നെ ക്ഷണിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണമെങ്കിൽ അദ്ദേഹം നമ്മൾ പറയുന്ന ആശയങ്ങൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വടിത്തങ്ങളെ കുറിച്ച് നമുക്ക് നന്നായിട്ടറിയാം. അദ്ദേഹം സിനിമയെ അംഗീകരിക്കുന്ന വ്യക്തിയാണ്. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്നോ മറ്റോ പറഞ്ഞിട്ടുള്ളത് നാം എല്ലാവരും കേട്ടവരാണ്. അതുപോലെ തന്നെ ഇസ്ലാം അംഗീകരിക്കാത്ത മ്യൂസിക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗാനമാലപിക്കുന്ന ഒരു മനുഷ്യനാണ് വടിത്തങ്ങൾ. ആ വടിത്തങ്ങൾ ഇസ്ലാമിക വിരുദ്ധമായ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. അദ്ദേഹം
ആത്മീയതയിലേക്കല്ല നയിക്കുന്നത്, നേരെ മറിച്ച് തിന്മയിലേക്കാണ് നയിക്കുന്നത്. ആയതിനാൽ അദ്ദേഹവുമായി വിട്ടുനിൽക്കണം. ഇസ്ലാമിക വിഷയത്തിൽ അദ്ദേഹത്തെ ആരും പിൻപറ്റാൻ പാടില്ല. അദ്ദേഹം ആത്മീയ കപടതയുടെ അപ്പോസ്തലനാണെന്ന് പണ്ഡിതന്മാർ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ആദ്യം കേട്ടപ്പോൾ പലർക്കും വല്ലാത്തൊരു വിഷമം തോന്നി. വടിത്തങ്ങൾ അങ്ങനെ ചെയ്യുമോ, വടിത്തങ്ങൾ ഇങ്ങനെ ചെയ്യുമോ എന്നൊക്കെ പലർക്കും തോന്നിയിരുന്നു. പക്ഷേ അത് സത്യമാണ്. പണ്ഡിതന്മാർ പറഞ്ഞത് പിന്നീട് മാറ്റി പറയേണ്ടി വന്നിട്ടില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ. കാരണം ശരീഅത്തിന്റെ പണ്ഡിതന്മാരാണ് യഥാർത്ഥ ഔലിയാക്കൾ. അല്ലാതെ പച്ച തലയെക്കെട്ടും പച്ച ഷാളും അല്ലെങ്കിൽ 4 ചാട്ടവും 5 തുള്ളലും ഞാൻ 100 ഹജ്ജ് വരെ ചെയ്തവനാണെന്ന പച്ചക്കളവും പറയുന്നവനല്ല യഥാർത്ഥ ഔലിയാക്കൾ എന്ന് നാം മനസ്സിലാക്കണം. ഇരിക്കട്ടെ, നൗഷാദ് അസാനി പറഞ്ഞത് CH മുസ്തഫ സർവമത സത്യവാദം വിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ട് വടിത്തങ്ങളോട് എനിക്ക് തൗബ ചെയ്യണം, ആ തൗബ ചെയ്യാൻ നിങ്ങൾ അടുക്കലേക്ക് എനിക്ക് വരണം, അതിനൊരു അവസരം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞുകൊണ്ട് CH മുസ്തഫ അങ്ങോട്ട് പോയതാണെന്നാണ് ഇബ്ലീസ് ത്വരീഖത്തുകാരനായ നൗഷാദ് അസാനി പറഞ്ഞിട്ടുള്ളത്. അത് പച്ചക്കള്ളമാണെന്ന് മടവൂർ കോട്ടയിലെ അനൗൺസ് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നമ്മുടെ വന്യരായ CH മുസ്തഫ മൗലവി നമ്മുടെ സദസ്സിൽ ഉണ്ട്. മടവൂർ കോട്ടയ്ക്ക് വേണ്ടി ആദരപൂർവ്വം അദ്ദേഹത്തിന് സ്വാഗതം അരുളുകയാണ്. 2 വാക്ക് സംസാരിക്കാൻ ശൈഖുനയുടെ സമ്മതപ്രകാരം CH മുസ്തഫ മൗലവിയെ ക്ഷണിച്ചുകൊള്ളുന്നു. കേട്ടില്ലേ സഹോദരങ്ങളെ, വന്യരായ CH മുസ്തഫ മൗലവി എന്നാണ് പറയുന്നത്. തൗബ ചെയ്യാൻ വേണ്ടിയാണോ ക്ഷണിക്കുന്നത്? അല്ല. അതല്ല എങ്കിൽ പ്രസംഗത്തിന് തൗബ എന്നാണോ പറയുക? രണ്ടും നൗഷാദ് അസാനി തന്നെ പറയേണ്ടതാണ്. തെറ്റ് ചെയ്ത് തെമ്മാടിയായ ഒരാളാണ് തൗബ ചെയ്യേണ്ടവൻ. തൗബ ചെയ്യേണ്ട തെറ്റ് ചെയ്തിട്ടുള്ള തെമ്മാടിയായ ഒരാളെ വന്ദിക്കാൻ പറ്റുമോ? വന്യരായ എന്ന് പണ്ഡിതന്മാർ വിളിക്കാൻ പറ്റുമോ? അങ്ങനെ വിളിച്ചാൽ തെറ്റുകൾ ചെയ്യുന്നവർ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവർ, അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകേണ്ട വാക്കുകൾ പറഞ്ഞവർ, അവരെ പുകഴ്ത്തി പറയേണ്ടവരാണ്. അവർ യാതൊരു തെറ്റും ചെയ്യാത്തവരാണ് എന്നൊരു മെസ്സേജാണ് ഇബ്ലീസ് ത്വരീഖത്തിന്റെ ആളുകൾ നൽകിയിട്ടുള്ളത്. തൗബ ചെയ്യാൻ കാരണമായ തെറ്റ് ചെയ്തിട്ടുള്ളയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയോ അതിനോട് സാമീപ്യമുള്ള സംസാരമോ വിശ്വാസമോ പ്രവർത്തനമോ ചെയ്തിട്ടുള്ളയാളെ വന്യരായ CH മുസ്തഫ എന്ന് വിളിക്കണം, അവരെ വന്ദിക്കപ്പെടണം എന്നെവിടെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ വന്യരായ എന്ന് വിളിക്കലോടുകൂടി അദ്ദേഹം തൗബ ചെയ്യാൻ വന്നിട്ടുള്ളയാളല്ല എന്ന് ബോധ്യമായി. മാത്രമല്ല CH മുസ്തഫ തന്നെ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക. എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ള യഹ്യൽ ബുഖാരി എന്ന വടിത്തങ്ങൾ എന്നറിയപ്പെടുന്ന ഒരു സൂഫി ആചാര്യനുണ്ട്. അദ്ദേഹം കാസർഗോഡാണ്. അദ്ദേഹം എന്നെ കുറേയായി അങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു സ്ഥാപനമുണ്ട്, മടവൂർ കോട്ട എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട്. കുറേയായി ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു 6 മാസം മുമ്പ് ഞാൻ അവിടെ പോകേണ്ടതായിരുന്നു. പക്ഷെ ചില കാരണങ്ങളാൽ പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, നമുക്ക് പോകാൻ പറ്റുമോ, നിങ്ങൾക്ക് 1-ാം തീയതി ഒഴിവുണ്ടാവോ എന്ന് ചോദിച്ചു. ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയതാണ്. കേട്ടല്ലോ സഹോദരങ്ങളെ, CH മുസ്തഫ പറയുന്നത് ഞാൻ തൗബ ചെയ്യാൻ വേണ്ടി പോയതല്ല, എന്നെ വടിത്തങ്ങൾ മടവൂർ കോട്ടയിലേക്ക് ക്ഷണിച്ചിട്ടാണ് ഞാൻ പോയിട്ടുള്ളത്. ഒരുപാട് തവണ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും എനിക്ക് പോകാൻ അവസരമുണ്ടായിരുന്നില്ല. ഞാനും വടിത്തങ്ങളുമായി ഒരുപാട് കാലമായി ബന്ധമുണ്ട്. എന്റെ പ്രഭാഷണങ്ങളെയും എന്റെ വിശ്വാസങ്ങളെയും എന്റെ ആചാരങ്ങളെയും
എല്ലാം വടിത്തങ്ങൾ അംഗീകരിക്കുന്നയാളാണ്. വടിത്തങ്ങൾ എന്റെ പ്രഭാഷണം കേൾക്കാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും അദ്ദേഹം കേൾക്കുകയും കേൾക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നയാളാണ്. അകമ്പുരുള്ള ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ആ ആശയങ്ങൾ അന്നും ഇന്നും ഒക്കെ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്റെ ബോധ്യങ്ങളാണ്. ആ ബോധ്യങ്ങൾ ഞാൻ അടിയുറച്ച് നിൽക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, യഹ്യൽ ബുഖാരി തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ എന്റെ പ്രഭാഷണങ്ങൾ മറ്റുള്ളവർ കേൾക്കണമെന്ന് ആഗ്രഹിക്കുകയും അത് നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ആളായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ടാണ് എന്നെ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുള്ളത് എന്നാണ് CH മുസ്തഫ പറയുന്നത്. അപ്പൊ അങ്ങനെ എന്നെ ക്ഷണിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണമെങ്കിൽ അദ്ദേഹം നമ്മൾ പറയുന്ന ആശയങ്ങൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഥവാ ഞാൻ ചെയ്തിരിക്കുന്ന മുഴുവൻ തെറ്റുകളും വടിത്തങ്ങളും ചെയ്തിട്ടുണ്ട്, ചെയ്യാറുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് CH മുസ്തഫ പറയുന്നത്. അപ്പോൾ ഞാൻ തൗബ ചെയ്യണമെങ്കിൽ ആദ്യം തൗബ ചെയ്യേണ്ടത് എന്നെ മടവൂർ കോട്ടയിലേക്ക് ക്ഷണിച്ചിട്ടുള്ള വടിത്തങ്ങളാണ്. കാരണം ഞാൻ ചെയ്തതുപോലെ തെറ്റുകൾ വടിത്തങ്ങളും ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. യഹ്യൽ ബുഖാരി തങ്ങൾ എന്റെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടാണ് എന്നെ അദ്ദേഹം അറിയുന്നതും മനസ്സിലാക്കുന്നതും. അതിനുശേഷം അദ്ദേഹത്തിന്റെ കൂടെ വരുന്ന ആളുകളോട് പലരോടും എന്റെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നതിന് നിർദ്ദേശിക്കാറുണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വടിത്തങ്ങളെ കൊണ്ട് തൗബ ചെയ്യിപ്പിക്കാൻ ഇബ്ലീസ് ത്വരീഖത്തുകാരനായ കോമാടൻ ഇബ്ലീസിനോ നൗഷാദ് അസാനി എന്ന ഇബ്ലീസിനോ സാധിക്കുമോ എന്നാണ് നേരിട്ട് ചോദിക്കാതെ തന്നെ CH മുസ്തഫ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ CH മുസ്തഫ പറയുന്നത് എന്നെ പോലെ തന്നെ സർവമത സത്യവാദിയാണ് വടിത്തങ്ങളെന്നാണ്. അത്തരം പ്രഭാഷണങ്ങൾ കേൾക്കാൻ വടിത്തങ്ങളുടെ അനുയായികളോട് ശൈത്താൻ തരീഖത്തുകാരായ കുരുവട്ടൂരികളോടടക്കം പ്രോത്സാഹിപ്പിക്കാറുണ്ടായിരുന്നു, പറയാറുണ്ടായിരുന്നു എന്നാണ് CH മുസ്തഫ പറയുന്നത്. അപ്പോൾ CH മുസ്തഫയെ പോലെ വടിത്തങ്ങളും സർവമത സത്യവാദിയാണെന്നാണ് CH മുസ്തഫ പറയുന്നത്. അപ്പൊ യഹ്യൽ ബുഖാരി തങ്ങളെ കാണണമെന്ന് എനിക്ക് ഒരുപാട് കാലത്ത് ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹം ക്ഷണിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അവിടെ പോയത്. ഇത് സത്യമാണോ? സത്യമാണെങ്കിൽ കുരുവട്ടൂരികളെ, നിങ്ങൾക്ക് വടിത്തങ്ങളുമായി ബന്ധപ്പെടാൻ പാടുണ്ടോ? അദ്ദേഹത്തെ ഒരു മുറബിയായ ശൈഖായി അംഗീകരിക്കാൻ പാടുണ്ടോ? അതല്ല എങ്കിൽ സർവമത സത്യവാദികളായി നിങ്ങളും മാറിയിട്ടുണ്ടോ? ഇസ്ലാം മതം നിങ്ങൾ വിട്ടോ? ഇബ്ലീസിന്റെ യഥാർത്ഥ ഔലിയാക്കളായി ഇബ്ലീസിന്റെ തരീഖത്തായ സർവമത സത്യവാദം നിങ്ങൾ പുൽകിയോ? എങ്കിൽ അത് സമൂഹത്തോട് വിളിച്ചു പറയണം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോ പയ്യോളിയിൽ ഒരു പാവപ്പെട്ട കുടുംബം വീട് വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ ഫോട്ടോ ആണ്. വളരെ പാവപ്പെട്ട കുടുംബമാണ്. ഈ സ്ഥലം തന്നെ വാങ്ങിയത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ്. വെള്ളം നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണത്. അവിടെ മണ്ണിട്ട് നികത്തിയാൽ മാത്രമേ വീട് വെക്കാൻ സാധിക്കുകയുള്ളൂ. 3 ചെറിയ മക്കളാണുള്ളത്. കൂലിപ്പണിക്ക് പോയി നിത്യജീവിതം പുലർത്തുന്ന ഒരു കുടുംബമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വാടക വീട്ടിലാണ് ഇപ്പോൾ അവർ താമസിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് പോകാൻ വേണ്ടി വാടകക്കാരൻ, അതിൻ്റെ ഉടമസ്ഥൻ ആവശ്യപ്പെടുന്നുണ്ട്. അത്രയേറെ ഒരു പ്രയാസത്തിൽ എവിടെ പോകുമെന്നൊന്നും അറിയാതെ വല്ലാതെ വിഷമിച്ച് നിൽക്കുകയാണ്. അവർക്കിപ്പോൾ ഒരു 3 ലോഡ് കല്ല് കിട്ടിയാൽ, അതിൻ്റെ സിമൻറ്റും കിട്ടിയാൽ അവർക്കൊരു അടിത്തറ പാകാം എന്ന ആഗ്രഹമുണ്ട്. അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ട് താമസിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ യാതൊരു നിവൃത്തിയുമില്ല. വളരെ പ്രയാസമാണ്. അതെത്രയും പെട്ടെന്ന് തന്നെ നടക്കേണ്ടതുണ്ട്. കാരണം വാടക വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ്. മാത്രവുമല്ല, റോഡിന് വേണ്ടി പോകുന്ന സ്ഥലമാണ് ഈ വാടകയ്ക്ക് താമസിക്കുന്നത്. അത് എളുപ്പത്തിൽ തന്നെ ഇറങ്ങിക്കൊടുക്കേണ്ടി വരും. ആ സമയത്ത് എവിടെ പോകും, എന്തു ചെയ്യുമെന്നറിയാതെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. ഇവരുടെ കയ്യിൽ ഈ ഒരു 4 സെന്റ് സ്ഥലം മാത്രമാണുള്ളത്. അവിടെ ഒരു തറ കെട്ടിയാൽ അവർക്ക് സുഖമായി അവിടെ എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ട് താമസിക്കാം.
അതിന് 3 ലോഡ് കല്ല് ആവശ്യമുണ്ട്, അതിൻ്റെ സിമൻറ്റും ആവശ്യമുണ്ട്. കഴിയുന്നവരൊക്കെ യാതൊരു മടിയും കൂടാതെ ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളിൽ നിങ്ങളുടെ സ്വതക്ക ഇതിനു വേണ്ടിയാവട്ടെ. ഇനി ആർക്കെങ്കിലും നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വല്ലതും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ നമ്പറുമായി ബന്ധപ്പെട്ടാൽ, ഗൂഗിൾ പേ നമ്പറാണ്, അതിൽ ബന്ധപ്പെട്ടാൽ ഇൻഷാ അല്ലാ നിങ്ങൾക്ക് വരാവുന്നതാണ്, കാണാവുന്നതാണ്, ബോധ്യപ്പെടാവുന്നതാണ്. വളരെ പ്രയാസം അനുഭവിക്കുന്ന കുടുംബമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ അകമഴിഞ്ഞ സഹായം ഈ വിശുദ്ധമായ ബലിപെരുന്നാൾ കഴിയുന്നതോടുകൂടി തറയുടെ പണി നടത്താൻ ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും, അത് കല്ലായോ പണമായോ സിമൻ്റായോ എങ്ങനെയാണോ നിങ്ങളെ കൊണ്ട് സാധിക്കുക അതൊക്കെ ചെയ്ത് ഈ പാവപ്പെട്ട കുടുംബത്തെ സന്തോഷിപ്പിച്ച് രക്ഷപ്പെടുത്തണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്. സഹായിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇൻഷാ അല്ലാ എല്ലാ വേദികളിൽ വെച്ചും എല്ലാ നല്ല സദസ്സുകളിൽ വെച്ചും നിങ്ങൾക്ക് പ്രത്യേകം ദുആ ഉണ്ടായിരിക്കും എന്ന് ഉണർത്തി വിനീതൻ അബു ഹിബ അഷ്റഫി പയ്യോളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.